ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഞാൻ നിങ്ങളുടെ സുനിൽ തരകൻ. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. സാംസ്കാരിക നഗരിയിൽ തന്നെയാകാം തൃശൂരിൽ ഇപ്പോൾ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല. ശക്തൻ മാർക്കറ്റിലെ മിന്നൽ പരിശോധനയും നിർണായക തീരുമാനങ്ങളും. തൃശൂരിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ശക്തൻ മാർക്കറ്റിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോർപ്പറേഷൻ അധികൃതരും ആരോഗ്യ വിദഗ്ധരും ഇന്ന് മിന്നൽ പരിശോധന നടത്തി. മാർക്കറ്റിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്ന കാലാവസ്ഥാ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ സേന സജ്ജമാണെന്നും കളക്ടർ അറിയിച്ചു. കേരളക്കരയെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് അമ്മ സംഘടനയിൽ വൻ പൊട്ടിത്തെറി. ശ്വേത മേനോനും ഭരണസമിതിയും രാജിവെച്ചു. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടത്തോടെ രാജിവെച്ചു. ജനറൽ ബോഡി യോഗത്തിൽ ഉയർന്ന കടുത്ത ഭിന്നതകളെ തുടർന്നാണ് പ്രസിഡന്റ് ശ്വേത മേനോന്റെ നേതൃത്വത്തിലുള്ള 17-അംഗ സമിതി രാജി സമർപ്പിച്ചത്. സാമ്പത്തിക റിപ്പോർട്ടിലെ അപാകതകളും ഭരണപരമായ പരാജയങ്ങളും ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് മുതിർന്നതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. നടനും MLA-യുമായ രമേശ് പിഷാരടിയെ കൺവീനറാക്കിക്കൊണ്ടുള്ള അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. തങ്ങളെ പാവകളാക്കുവാൻ നോക്കേണ്ട എന്ന് ശ്വേത മേനോൻ തുറന്നടിച്ചതോടെ അമ്മയിലെ ആഭ്യന്തര കലഹം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമെന്നാണ് സൂചന. സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ കേരളത്തിൽ നികുതി വർധനവിനെതിരെയും ജനക്ഷേമ പദ്ധതികളെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് മുറുകുകയാണ്. ബഡ്ജറ്റ് ജനദ്രോഹമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുവാൻ ഒരുങ്ങുന്നു. നീറ്റ് UG പരീക്ഷ പൂർത്തിയായി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ രാജ്യത്തുടനീളം കനത്ത സുരക്ഷയിൽ വീണ്ടും നടത്തി. 20 ലക്ഷത്തിലധികം മെഡിക്കൽ വിദ്യാർത്ഥികളാണ് റീ എക്സാമിനായി ഹാജരായത്. ഇത്തവണ പരീക്ഷാ സമയം 3 മണിക്കൂർ നിന്നും 3 മണിക്കൂർ 15 മിനിറ്റായി NTA വർദ്ധിപ്പിച്ചിരുന്നു. ഫിസിക്സ് സെക്ഷൻ കടുപ്പമേറിയതായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചപ്പോൾ ഫലം വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് NTA ചീഫ് അറിയിച്ചു. ഇന്ത്യയുടെ ചരിത്ര നേട്ടം. 300 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടുപോയ 11-ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ ചോള ചെപ്പോടുകൾ നെതർലാൻഡ് ഗവൺമെന്റ് ഇന്ത്യക്ക് തിരികെ നൽകി. രാജേന്ദ്ര ചോളന്റെയും രാജരാജ ചോളന്റെയും കാലത്തെ ഭരണത്തെയും സമുദ്ര വ്യാപാരത്തെയും കുറിച്ചുള്ള തമിഴ് സംസ്കൃത ലിഖിതങ്ങളടങ്ങിയ 30 കിലോയോളം തൂക്കം വരുന്ന ഈ ചരിത്രരേഖകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടയിലാണ് കൈമാറിയത്. ഇത് തമിഴ് സംസ്കാരത്തിന്റെ വലിയൊരു വിജയമായി കണക്കാക്കപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ലോകരാജ്യങ്ങളെ മുൻപിൽ നിർത്തി പുതിയ ഭീഷണികൾ. ഹോർമൂസ് കടലിടുക്ക് അടച്ചു. ലോക സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. ആഗോള ഇന്ധന വിപണിയുടെ ജീവനനാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ സൈന്യം ഭാഗികമായി അടച്ചിട്ടതായി റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര തലത്തിലുള്ള തർക്കങ്ങളെ തുടർന്നാണ് ഈ നിർണായകമായ നീക്കം. ലോകത്തെ 1/3 എണ്ണക്കപ്പലുകളും കടന്നുപോകുന്ന ഈ പാത അടച്ചതോടെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുവാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ഈ നീക്കത്തിനെതിരെ അമേരിക്ക കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് US പ്രസ്താവിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീതി നിഴലിക്കുകയാണ്. ഗുരുതരമായ വാർത്തകൾക്കെല്ലാം ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചിരി പടർത്തുന്ന ആ രസകരമായ വാർത്തയിലേക്ക്. ജോലിസ്ഥലത്തെ സമ്മർദ്ദം കുറയ്ക്കുവാൻ ജീവനക്കാരെ ഓഫീസിൽ കിടന്നുറങ്ങുവാൻ അനുവദിക്കുന്ന ഒരു ജപ്പാനീസ് കമ്പനിയുടെ വാർത്തയാണ് ഇപ്പോൾ വൈറൽ. ദിവസവും ഉച്ചയ്ക്ക് ശേഷം 20 മിനിറ്റ് ഉറങ്ങുന്ന ജീവനക്കാർക്ക് കമ്പനി പ്രത്യേക ബോണസ് നൽകുന്നുമുണ്ട്. ഉൽപാദനക്ഷമത കൂട്ടാനാണത്രേ ഈ വിചിത്ര പരീക്ഷണം. നമ്മുടെ നാട്ടിലെ ഓഫീസുകളിലും ഇത് നടപ്പിലാക്കിയാൽ ഓഫീസിൽ വരാൻ ആരും മടിക്കില്ല, അല്ലേ? ഈ രസകരമായ വാർത്തയോടെ ഇന്നത്തെ TGS മീഡിയ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. വാർത്തകൾ തത്സമയം അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.